അതിൽ GPT എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? GPT-യുടെ ഫുൾ ഫോം എന്തെന്നറിയാമോ? GPT എന്ന് വെച്ചാൽ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ്. GPT-യുടെ GPT എന്ന് വെച്ചാൽ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. അത് നേരത്തെ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസ് വെച്ചിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്ന ഇൻഫർമേഷൻസിൽ നിന്ന് അത് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ എടുത്ത് ക്രോഡീകരിച്ച് നമുക്ക് വേണ്ട സാധനം നമുക്ക് തിരിച്ചു തരും. തെറ്റൊക്കെ പറ്റാം. പക്ഷെ ഞാൻ GPT എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ഒരു ഫുൾ ഫോമാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ജനറൽ പർപ്പസ് ടൂൾ. നമ്മൾ AI പറ്റിയല്ലേ ഇപ്പം പറഞ്ഞു. ഇപ്പൊ എന്താണ് ഈ ജനറൽ പർപ്പസ് ടൂൾ? കുറച്ചു മുമ്പ് നിങ്ങൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കറണ്ട് പോയി ഇല്ലേ? കറണ്ട് പോയി കുറച്ചു നേരത്തേക്ക്, ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് കറണ്ട് പോയി. നിങ്ങൾക്ക് എന്ത് തോന്നി? ചൂട് തോന്നുന്നു. അല്ലെങ്കിൽ ചുട്ട് പുള്ളിയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. നമുക്ക് ചൂടെടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി ഓടാനുള്ള ഒരു തോന്നലുണ്ടായി ഇല്ലേ? ഈ കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ടൂളാണ്. മനുഷ്യന്റെ ഈ മനുഷ്യരാശിയുടെ വികാസത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കുറേയധികം ഈ GPTs-നെ കാണാം. അതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 ഞാൻ പറയാം. അതിൽ വളരെ ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു GPT ആണ് ഫയർ, തീ. GPT എന്ന് വെച്ചാൽ അതിന്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ അത്രയധികം, അതില്ലാതെ നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സാധനമാണ് ഈ GPT. അതിനാണ് ഞാൻ നേരത്തെ ഇലക്ട്രിസിറ്റി കറണ്ട് പോയ കാര്യം പറഞ്ഞത്. അതുപോലെ തീ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? തീ ഇല്ലാതെ ജീവിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ഇപ്പൊ ഫയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ചക്രം കണ്ടുപിടിച്ചു. നമുക്കൊന്ന് വീലുകളില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ വീലുകൾ എന്ന് പറഞ്ഞാലും ഒരു GPT ആണ്, ജനറൽ പർപ്പസ് ടൂളാണ്. അതിനുശേഷം നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ട് ഏതാണ്ട് 200 വർഷത്തിനകത്തേ ആവുന്നുള്ളൂ. പക്ഷെ ഇത് ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ ഈ കോഡ് ഉദ്ഘാടനം ചെയ്ത ദിവസം, അതായത് ഏപ്രിൽ മാസം 28-ാം തീയതി യൂറോപ്പില് 2 രാജ്യങ്ങളിൽ, സ്പെയിനിലും പോർച്ചുഗീസിലും ഏതാണ്ട് 24 മണിക്കൂറോളം രാജ്യത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിൽ കറണ്ട് പോയി. ഏതാണ്ട് 24 മണിക്കൂറോളം കറണ്ട് ഇല്ലായിരുന്നു. ഇലക്ട്രിസിറ്റി ഇല്ലാതെ, അതായത് 1800-കളുടെ തുടക്കത്തിലാണ് നമ്മൾ ഈ കറണ്ട് കണ്ടുപിടിക്കുന്നത്. അത്രയും കാലം മനുഷ്യൻ കറണ്ട് ഇല്ലാതെയാണ് ജീവിച്ചത്. പക്ഷെ ആ ഒരു 24 മണിക്കൂർ പോലും നമുക്ക് കറണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നതിന്റെ തെളിവാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഐബീരിയൻ പെനിൻസുല ബ്ലാക്ക് ഔട്ട് എന്നാണ് പ്രതിഭാസത്തിൽ തന്നെ പറയുന്നത്. കറണ്ട് ഇല്ലാതായതുകൊണ്ട് അതിന്റെ കൂടുതൽ അതിന് ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അന്നത്തെ ഒരു ദിവസം കൊണ്ട് ആ രാജ്യങ്ങളുടെ വരുമാനത്തിൽ 450 കോടി യൂറോയുടെ നഷ്ടമാണ്. ഇത് അത്രയും വലിയ നഷ്ടം ഉണ്ടാക്കിയ സംഗതിയാണ് കുറച്ചു നേരം കറണ്ട് ഇല്ലാതായപ്പോൾ. അപ്പൊ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒരു GPT ആണ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്കൊന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്കിന്ന് ഉണർന്നിരിക്കുന്ന സമയത്ത് ഇന്റർനെറ്റ് ഇല്ലാതെ 1 മണിക്കൂർ നമുക്ക് ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആങ്സൈറ്റി, ഡിപ്രഷൻ, മറ്റ് കലാപരിപാടികളിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥയിലാണ്. അപ്പൊ എത്രയധികം നമ്മളെ സ്വാധീനിക്കുന്ന വേറെയുണ്ട് കുറെ GPTs കിട്ടും. ആ GPTകളിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ട് കണക്കാക്കാവുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്, നീണ്ടുപോയി എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ സാധ്യതയില്ലാത്ത, നമ്മൾ വിചാരിച്ചാലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നായി മാറും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സകല മേഖലകളിൽ, നമ്മൾ രാവിലെ ഉറക്കം എണീക്കുന്ന മുതൽ ഉറങ്ങുന്നത് വരെയും, ഇനി നമ്മുടെ ഉറക്കത്തെ പോലും സ്വാധീനിക്കുന്ന, നമ്മുടെ ഭാവനയെ പോലും സ്വാധീനിക്കുന്ന, നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും ഒക്കെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പോകുന്ന, നമ്മുടെ തൊഴിലിനെയൊക്കെ സ്വാധീനിക്കാൻ പോകുന്ന, നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഒക്കെ സ്വാധീനിക്കാൻ പോകുന്നത്. 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യാതെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊന്നും ഉണ്ടാവില്ല. കാരണം ഹോംവർക്ക് ചെയ്യാൻ മറന്നു പോകുന്ന കുട്ടികളുണ്ടാവില്ല. കാരണം ഹോംവർക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്ന AI ടൂളുകൾ മിക്കവാറും കുട്ടികളുടെ സ്റ്റഡി കിറ്റിൽ ഉണ്ടാകും.
അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ റീസെന്റ് ആയിട്ട് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അത് അപ്പോൾ ആ ഒരു സംഗതി കൂടി നമ്മുടെ അടുത്ത കൂടിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്.